അധികാരങ്ങളും മറ്റുള്ളവർക്ക് നടത്തി കൊടുക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അയക്കുകയുണ്ടായി. ഒരു ആധികാരികത അല്ലെങ്കിൽ നിയമത്തിന്റെ ഒരു ഇത് കിട്ടാത്ത ഒരു രേഖ. നമ്മൾ പറയുന്നത് ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അതിൽ അൺഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് അത് നടന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു എന്താ പറയാ, ഒരു കത്ത്, അതായത് നിലവിൽ റവന്യൂ അവകാശങ്ങൾ എല്ലാം നിർത്തിവെക്കണം, ഇനി അവരുടെ കരം എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ അതിൽ വേണ്ടത്ര കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാതെ നേരെ കേരള സർക്കാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെറ്ററിന് പുറത്ത് അപ്പൊ തന്നെ ആ കരം അടയ്ക്കുന്ന അടക്കമുള്ള എല്ലാ റവന്യൂ കടമകളും റവന്യൂ അവകാശങ്ങളും അവർ നിർത്തിവെച്ചു. അതാണ് കേരള സർക്കാർ ആദ്യമായിട്ട് മുനമ്പങ്കാരോട് ചെയ്ത ഏറ്റവും വലിയ ചതി എന്ന് പറയുന്നത്. കാരണം വ്യക്തമായി ഒരു ഇത് ആധികാരികമായ ഒരു രേഖയുടെ പിൻബലമില്ലാതെ അവരത് നിർത്തിവെച്ചു. ഒരു ലെറ്ററിന്റെ പിൻബലത്തിൽ തന്നെ അത് നിർത്തിവെച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആർക്ക് വേണമെങ്കിലും ഒരു ലെറ്റർ അയച്ചാൽ പോലും ഇവിടെ എന്ത് നടത്താം എന്നുള്ളതാണ് അതിന് ഉദാഹരണം.